കുറച്ചൊക്കെ മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 1 ഇയർ മുന്നേ നമുക്കിനി +2 കഴിഞ്ഞ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ മാസങ്ങൾക്ക് മുന്നേ ഞാൻ എങ്ങനെ ചിന്തിച്ചിരുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് നമുക്കൊരു 25 ആ ഒരു പ്രായത്തിന് മുന്നേ ഒക്കെ സെറ്റിൽ ആവാം. നമുക്ക് നല്ലൊരു ഹോം, നല്ലൊരു കാർ, നല്ലൊരു പാർട്ട്ണർ, നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റിൽ, ഫിനാൻഷ്യലായിട്ട് നമ്മൾ ഫുള്ള് ഇൻഡിപെൻഡൻറ്റ്, ഫുള്ള് കാര്യങ്ങളൊക്കെ ഓക്കെ, അങ്ങനെയൊക്കെ സെറ്റിൽ ആവണം എന്നൊക്കെ എനിക്ക് കരുതിയിരുന്നത്. ബട്ട് വെൻ, അതായത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ റിയലൈസ് ചെയ്തു സക്സസ് ടേക്ക് ടൈം. ഇപ്പം നമ്മൾ ഏത് മേഖലയിലായാലും അതിലൊരു സക്സസ്സിന് ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീക്ക് ലെവലിലോട്ട് ഏറ്റവും മുകളിലോട്ട് അതിൻ്റെ ഹൈ അച്ചീവേഴ്സ് എത്തണം വരി അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കുന്ന ഞാൻ ഇപ്പം മനസ്സിലാക്കി. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു ബി സക്സസ് ഫോർ ലോങ് ടേം. സോ ഇത് മെയിനായിട്ട് വീഡിയോയിൽ പറയാൻ പോകുന്നത്, അതായത് നമ്മൾ ഈ എല്ലാവർക്കും സക്സസ് ആണെന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ റെഡിയാക്കും. പിന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡെയിലി ഹാബിറ്റ്സ്, ടാസ്കുകൾ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങും. ബട്ട് നമ്മൾ എത്ര ചെയ്തിട്ടും നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു പീക്ക് ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഹൈ അച്ചീവേഴ്സ് എത്തണ വരെ ഒരു പീക്ക് ലെവലിലോട്ട് എല്ലാത്തിലും ഒരു മുന്നിലെത്തിയ ആ ഒരു സംഭവത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഹൈ സക്സസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് വേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും. കാരണം ഇതുകൊണ്ട് നടക്കുമോ, ഇതിപ്പോൾ ഇനി ക്വിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ തോന്നും. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നമുക്ക് ലോങ് ടേമിലേക്ക് ബി സക്സസ്ഫുൾ, അതായത് ഇതൊരു എൻഡ് അല്ല. സക്സസ് പറയണത് അല്ലെങ്കിൽ നമുക്കൊരു നിലയിലെത്തി ആ ഒരു എൻഡ് അല്ല. ഇത് നേരെ മറിച്ച് നമ്മൾ ഓൺ ഗോയിങ് പ്രോസസ്സ്, നമ്മൾ ലൈഫ് ലോങ് മരണം വരെ നമ്മൾ എന്ത് ചെയ്യണേ, സക്സസ് ആയിക്കൊണ്ട് നിൽക്കുക. നമ്മൾ ഓരോ പരിപാടി ചെയ്യുന്നു, അത് പിന്നെ ഫെയിലായി കഴിഞ്ഞാൽ അതൊന്നുകൂടി ബെറ്റർ ആക്കി ചെയ്യുന്നു, പിന്നെ സക്സസ് ആവുന്നു. നേരെ മറിച്ച് നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇന്ന മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ഈ പാസ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായി പാസ്സായി, അത് തന്നെയാണ് അവിടുത്തെ സക്സസ്. ബട്ട് ഇവിടെ ഒരു എൻഡ് ഗോളോ അല്ലെങ്കിൽ ഇന്നത് ചെയ്താലോ ഒന്നുമില്ല. ബട്ട് നമ്മളൊരു ഓൺ ഗോയിങ് ആയിട്ട് സക്സസ് ചെയ്യാൻ എടുക്കുകയാണ്. അതിന് ഫസ്റ്റ് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ സക്സസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ഡെഫിനിഷനിൽ കയറാം. അതായത് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക അങ്ങനത്തെ ഒരു സക്സസ് ആവില്ല. ചില ആൾക്കാർക്ക് ഫിനാൻഷ്യലായിട്ട് നല്ല നിലയ്ക്ക് എത്താതെ സക്സസ്. ചില ആൾക്കാർ ചിന്തിക്കുക അല്ലെ ഹെൽത്തി, നല്ലൊരു പീസ് ഓഫ് മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇപ്പോൾ ഇലോൺ മസ്ക് തന്നെ പറയുന്നത് ആള് ബോഡീനൊന്നും കൂടുതൽ കെയർ ചെയ്യലില്ല. കാരണം ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ, ഞാൻ എൻ്റെ ബോഡിനെ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിനൊന്നും ഞാൻ കെയർ ചെയ്യലാണ് മൂപ്പരെന്നെ പറഞ്ഞത്, എലോൺ മസ്ക്. പക്ഷേ അപ്പം മൂപ്പര് കാണുന്ന എന്താ, ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ പണം ഉണ്ടാക്കുക, അതാണ് മൂപ്പര് സക്സസ്. മൂപ്പര് ഡെഫിനിഷൻ അങ്ങനെ വരുന്നത്. ചില ആൾക്കാരുടെ കേസിൽ അങ്ങനെ കാരണം ചില ആൾക്കാർക്ക് ഹെൽത്തിൽ കെയർ ചെയ്യുക, ചില ആൾക്കാർക്ക് ഫുൾ ട്രാവൽ കാര്യങ്ങളായിട്ട് അങ്ങനെ. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ സക്സസ് എന്താണ് ഡിഫൈൻ ചെയ്യുക. അതിന് ഞാൻ 2 പോയിന്റ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യാം, നോ യുവർ വാല്യൂസ് ആൻഡ് ഡിസയേഴ്സ്. അതായത് നമുക്കില്ലേ ഒരു വാല്യൂസ് ഉണ്ടാവില്ലേ, നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിനോട് താല്പര്യം അല്ലെങ്കിൽ ഡിസയേഴ്സ്, നമുക്കൊരു കൂടുതലൊരു ആഗ്രഹം, ഇന്നത് ചെയ്താലൊന്നുകൂടി ഇഷ്ടപ്പെട്ട ലൈഫിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഈ സംഭവം ഡെയിലി ചെയ്യണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം സോങ്സോ ഡാൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം എനിക്ക് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഡെയിലി ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നിൽക്കാൻ പറ്റും. അതായത് ഡെയിലി ചെയ്താൽ ഹാപ്പിനെസ് കിട്ടും, അങ്ങനത്തെ ഒരു സംഭവം. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സക്സസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് പറഞ്ഞാൽ ഒരു വൺ തിങ്, അതായത് ആൾവേസ് ആ ഒരു സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ ബിൽഡ് ചെയ്ത് ഒരു നിലയ്ക്ക് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ടൈം ഒന്ന് പ്രൗഡ് കിട്ടും. കാരണം അതെന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആവുന്ന സംഭവിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മളെ ഹെൽത്തിനെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡിങ് സംതിങ് റിയലി എന്തെങ്കിലും ഒരു സംഭവം റിയൽ ആയിട്ടില്ലേ നമ്മളെ യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം, അതായത് ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവം, നമ്മൾ മാത്രം നമ്മുടെ പേരിൽ അറിയപ്പെട്ട ഒരു യുണീക്കായ സംഭവം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു. അതായത് സക്സസ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നിങ്ങളെ ഡിസയേഴ്സ്, നിങ്ങളെ ആഗ്രഹം എന്താണെന്ന് തീരുമാനിക്കുക. അതായത് ഇതിനൊക്കെ ഒരു ലാസ്റ്റ് എത്തിച്ചേരേണ്ടത് എവിടെ, അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, ഇതൊക്കെ ചെയ്തു തുടങ്ങി, ഇതൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ കോർ ഒരു അടിസ്ഥാനം ഉണ്ടാവും, ഒരു ഫൗണ്ടേഷന്. എനിക്ക് ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇത്ര പൈസ ഉണ്ടാക്കണം, എത്ര പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഫിനാൻഷ്യലായിട്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്കൊന്നും കൂടി ഹാപ്പി ആവാൻ പറ്റും, എനിക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് മൈൻഡ് സെറ്റ് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ എനിക്കൊരു ബോസിൻ്റെ അടിയിൽ കീഴിൽ പണിയെടുക്കേണ്ടി വരില്ല. എനിക്ക് ടൈം ഫ്രീഡം ഉണ്ടാവും, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും, ലൊക്കേഷൻ ഫ്രീഡം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. സോ അതാണ് എൻ്റെ എൻഡ് ഗോൾ. അതായത് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളുടെയും കീഴിൽ നിൽക്കാതെ നമുക്കൊരു സംഭവം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ആരുടെ പോകേണ്ട ആവശ്യം വരില്ല. സോ അതിനൊരു എൻഡ് ഗോൾ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ സക്സസ് ഡിഫൈൻ ചെയ്യാം. സോ
പിന്നെ വേറെ 3 പോയിന്റ് പറഞ്ഞത്, അതായത് നമുക്ക് സക്സസ് ആവുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിലോട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്ത് 1% ഇങ്ങനെ ബെറ്റർ ആക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ സക്സസ് ടേക്ക് ടൈം. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ മാതിരി ഏത് സംഭവം ഞാനൊക്കെ അങ്ങനെ ആദ്യം വിചാരിച്ചിട്ട് നമ്മൾ 25 വയസ്സാകുമ്പോൾ നമ്മുടെ ലൈഫ് മുഴുവൻ സെറ്റ് ചെയ്യും, നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രീഡം, ടൈം ഫ്രീഡം, നമുക്ക് ജോലിക്ക് പോകേണ്ട എല്ലാം ബിസിനസ്സൊക്കെ സെറ്റാക്കി എടുക്കണം, നല്ലൊരു പാർട്ണർ, നല്ല വണ്ടി, നല്ലൊരു ഹോം, നല്ലൊരു ഫാമിലിനെ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവം. ബട്ട് സക്സസ് ടേക്ക് ടൈം. ഏത് സംഭവത്തിലായി നിങ്ങളിപ്പോൾ ഒരു ഡിസൈനർ ആണെങ്കിൽ അതിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലോണം സ്ട്രഗിൾ ഉണ്ടാവും, അതിനെ വർക്ക് ചെയ്തേണ്ടി വരും. 1% ബെറ്ററാക്കി എന്നിട്ട് നിങ്ങൾ അവിടേക്ക് എത്തുള്ളൂ. കണ്ടന്റ് ക്രിയേഷൻ ആയാലും ബിസിനസ് ആയാലും നിങ്ങളിപ്പോൾ ഇനി ഒന്നുമല്ല ഒരു MBBS സ്റ്റുഡൻ്റ് ആയാലും നിങ്ങൾ സാധാ വരെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് സംഭവത്തിലും ആ ഒരു എൻഡിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടൈം എടുക്കും. അതിന് മെയിനായിട്ട് ടൈം എടുക്കും. നമ്മൾ എത്രത്തോളം നമ്മൾ എഫേർട്ട് ടൈം ഇടണോ അത്രത്തോളം, അതായത് നമ്മൾ എത്രത്തോളം ഇപ്പോൾ അലക്സ് ഹോർമോസി പറഞ്ഞ വരി നമ്മൾ എത്രത്തോളം വോളിയം അയിമക്ക് കൊടുക്കണോ അപ്പം അത്രത്തോളം നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു വരികയാണ്. എന്നാൽ നേരെ മറിച്ച് ഒരാൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ബോഡി നല്ല തടിച്ചൊക്കെ ആളുകൾ, അതിൽ 2 ആൾക്കാരും ഫാറ്റ് ബോഡി ആയിട്ട് കുറക്കാൻ തീരുമാനിച്ചു. അപ്പം എന്ത് ചെയ്ത് കൺസിസ്റ്റൻസിൻ്റെ ഒരു കോർക്ക് എത്തുന്ന ഒരു പോയിന്റാണ്. ഈ ഒരാൾ ഡെയിലി ഓടാൻ പോകും, അതായത് ഡെയിലി 5 മിനിറ്റ് ഓടാൻ പോകുള്ളൂ, ഡെയിലി പോകും, എന്നും മിസ്സാവാത്ത ഡേ മിസ്സാവും. മറ്റേ ആൾ അങ്ങനെയൊന്നുമില്ല, ആഴ്ചയിൽ 1-2 ദിവസം പോകും. എന്നാൽ പോകുമ്പോഴാണെങ്കിൽ 1-2 മണിക്കൂർ ഓടും. ഇതിൽ ആരെയും കൂടുതൽ സക്സസ്സിലോട്ട് വേഗം എത്തുക, വേഗം തടി വെക്കുക ഫസ്റ്റ് താളേക്കാരൻ. കാരണം മൂപ്പര് ഡെയിലി 5 മിനിറ്റ് ഓടണം എന്നുണ്ടെങ്കിലും ഡെയിലി കൺസിസ്റ്റന്റ് ആണ്. മറ്റേയാള് ആഴ്ചയിൽ 1-2 മണിക്കൂർ ഓടണം എന്നുണ്ടെങ്കിലും ഇയാൾ ഡെയിലി, മറ്റേയാൾ ഏതെങ്കിലും ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ ഓടണമെന്നുണ്ടെങ്കിലും, ബട്ട് ഇയാൾ ഡെയിലി 5-10 മിനിറ്റ് ഓടണമെന്നുണ്ടെങ്കിലും ഇയാളെ കാര്യം കൂടുതൽ സക്സസ്സിലോട്ട് എത്താനുള്ള സാധ്യത. കാരണം മൂപ്പര് ഡെയിലി ഐമേക്കിലെ വോളിയം കൂട്ടിക്കൊണ്ട് സോ എന്ത് സംഭവത്തിനും ടൈം എടുക്കും കരുതുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി കൂടുതൽ എഫേർട്ട് ഇടാൻ നോക്കുക. കൂടുതൽ എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് ഒന്നുകൂടി അച്ചീവ് ചെയ്യേണ്ട സാധ്യത കൂടുതലേക്കാണ്. പിന്നെ രണ്ടാമതാണ് ഫൈൻഡ് ഹാപ്പിനെസ് ഫ്രം യുവർ വർക്ക്. അതായത് നിങ്ങൾ എന്ത് സംഭവം ഇപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കേസിൽ പറയാം. അപ്പോൾ അവന് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് ഈ വീഡിയോ എടുക്കുക, വീഡിയോക്ക് സ്ക്രിപ്റ്റ് ചെയ്യുക, വീഡിയോയുടെ തമ്മിൽ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങൾ വീഡിയോ പരമായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷന് പരമായിട്ടുള്ള സംഭവങ്ങൾ എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതിനോട് കൂടുതൽ ഞാൻ ലോജിക്കായി, കൂടുതൽ ലിങ്കായി. സോ അത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. സോ അതിന് തന്നെ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കാം. നേരെ മറിച്ച് എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഹാപ്പിനെസ് കണ്ടെത്തുക വെച്ചാൽ ഹാപ്പിനെസ്സിന് ഒരു ഗോളായി, ഒരു ഡെസ്റ്റിനേഷനായി കാണും. അതായത് എനിക്കൊരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു കൂടുതൽ എനിക്ക് 10,000 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എപ്പോഴും സോൾവ് ആവും, അതുകൊണ്ട് ഞാൻ ഹാപ്പി ആവും. സോ അങ്ങനെയല്ല, ഹാപ്പിനെസ് ആണ് ഒരു ഗോളല്ല. ഇപ്പം നിങ്ങളിത് ഐഫോൺ വാങ്ങിയാൽ ഹാപ്പി ആവുമെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഐഫോൺ വാങ്ങും, ഒരാഴ്ച നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുര ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങളത് പോകും. സോ ഹാപ്പിനെസ് പറയുന്നത് ഒരു ഓൺഗോയിങ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു സംഭവം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഹാപ്പിനെസ് കിട്ടുകയാണ്. കാരണം ഞാൻ എൻ്റെ ഗോളിലേക്ക് നടന്നു പോവുകയാണ്, എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാണ്. സോ അപ്പം എന്ത് ചെയ്യുക, ഹാപ്പിനെസ് ഫ്രം യുവർ വർക്ക്. എന്ത് വർക്കാണോ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, ഈ പഠിക്കണമെന്ന് ആ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യണേ അതിന് ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മേഖലപരമായിട്ടാണ് നോക്കണേ അതിന് ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക. ഇനി ലാസ്റ്റ് പോയിന്റാണ് സെറ്റ് ലോങ് ടേം ഗോൾസ്. അതായത് സക്സസിന് ഫസ്റ്റ് വേണ്ട സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ മെയിനായിട്ട് ആൾക്കാർ എങ്ങനെ കഴിഞ്ഞാൽ ഒരു 1-2 വർഷത്തിന് എന്ത് ചെയ്യും, ഒരു വർഷം കൊണ്ട് ഇത് ഇന്ന നിലക്കെത്തണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചെക്കന്മാരൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഓലെന്താ വിചാരിക്കുക വെച്ചാൽ ഒരു വർഷം കൊണ്ട് എനിക്ക് എൻ്റെ ബോഡി റെഡി ആക്കി എടുക്കണം. അതായത് എനിക്ക് മസിലൊക്കെ വന്ന് ഒന്നും കൂടി ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് എനിക്ക് ഒരു കൊല്ലം കൊണ്ട് പോകണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കൊല്ലം നല്ല റെഡിക്ക് ജിമ്മൊക്കെ പോകും, നല്ല ഫുഡൊക്കെ കഴിക്കും, നല്ല ഉറക്കൊക്കെ ബോഡിക്കൊക്കെ കൊടുക്കും. ബട്ട് ഈ ഒരു കൊല്ലം കഴിഞ്ഞാലും എന്തൊക്കെയാണ് ഓർക്ക് നല്ല റിസൾട്ട് കിട്ടും, ബോഡിയും നല്ല മസിൽ കാര്യങ്ങളൊക്കെ വരും, നല്ലൊരു ഹെൽത്ത് ആയിട്ടുള്ള ബോഡിയൊക്കെ കിട്ടും. ബട്ട് ഈ ഒരു കൊല്ലം കഴിഞ്ഞ് അവർ നിർത്തും. കാരണം എന്താ വെച്ചാൽ ഒരു ഗോൾ വെച്ചത് ഒരു കൊല്ലത്തിന്. അപ്പം എന്ത് ചെയ്യാം, ലോങ് ടേം ഗോൾസ് വെക്കുക. അതായത് ഇപ്പോൾ ഒരു ജിമ്മിക്ക് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഞാൻ ഒരു മസിൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരാളെ മുന്നിൽ ഷോപ്പ് ചെയ്യാനല്ലാതെ, അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ബട്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ആ ജിമ്മിൽ ഡെയിലി മരണം വരെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാൻ എൻ്റെ ഹെൽത്തിനെ കെയർ ചെയ്യുന്ന ഒരാളാണ്, മരണം വരെ ഞാൻ എൻ്റെ രോഗങ്ങൾ വരാതെ എനിക്കെൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വയ്ക്കണം, എനിക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി വേണം, കാര്യങ്ങൾ ചെയ്യാൻ വയ്ക്കണം, ഓടാൻ വയ്ക്കണം, നടക്കാൻ വയ്ക്കണം, ഫുട്ബോൾ കളിക്കാൻ വയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിൽ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ എൻഡ് വരെ, നിങ്ങൾ ഈ മരണം വരെ ജിമ്മിക്ക് പോകും. സോ എന്ത് സംഭവം ചെയ്യുമ്പോഴും, ബിസിനസ് തുടങ്ങുകയാണെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുകയാണെങ്കിലും ഇതൊക്കെ ഒരു ലോങ് ടേമിലേക്ക്
ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത ഗോൾ ഏതെങ്ങനെ വെച്ചാൽ 15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി മാറും. അതായത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ മറന്ന സംഭവങ്ങൾ, നമ്മുടെ ഹെൽത്ത്, പെർഫോമൻസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുക, അതിന് അച്ചീവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ആരും പഠിപ്പിച്ചു തന്നില്ല. സോ അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ കൺസൾട്ടന്റ് ചെയ്യുന്ന ഒരാളായി മാറുക എങ്ങനെ ഒരു 15 വർഷത്തിനുള്ളിൽ. സോ അത്രയും ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ അടിയിൽ ഞാൻ 6 മാസത്തിനുള്ളിൽ ഇത് സെറ്റ് ചെയ്യുക, 3 മാസത്തിനുള്ളിൽ ഇത് സെറ്റ് ചെയ്യുക, 1 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യുക, അങ്ങനെ അർജന്റ് ഗോളോട് കൊടുത്തിട്ട് എന്നാലേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യാം, വേഗം ചെയ്യാൻ പറ്റിയത്. 15 വർഷം നമ്മൾ ആക്ഷൻ ഇല്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു 3 മാസത്തിനുള്ളിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തുക, ഇത്ര സംഭവങ്ങൾ എത്താന്നുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആക്ഷൻ ഇടാൻ കൂടും. ബട്ട് ഇതിന്റെ ലോങ് ടൈം എടുക്കുക പോകണമെന്ന് വെച്ചാൽ 15 വർഷം ഉണ്ട്. സോ എപ്പോഴും എന്ത് ചെയ്യാം, ഏത് ഗോൾ വെക്കുമ്പോൾ എന്ത് ചെയ്യാം, ലോങ് ടൈം ആയിട്ട് വെക്കുക. സോ അപ്പോൾ വീഡിയോന്റെ കോറെ കൺക്ലൂഷൻ ഈ പറയുകയാണെങ്കിൽ ഇത്ര തന്നെ പറയാനുള്ളൂ. സക്സസ് ടേക്ക് ടൈം. ഏത് ഫീൽഡിലായി കഴിഞ്ഞോളൂ, നമ്മളെ പ്രത്യേകിച്ച് ആണുങ്ങളെ കാര്യത്തിൽ, അതായത് വുമണിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മളെ +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഗേൾസിനൊക്കെ നല്ല മാരേജ് ഓഫേഴ്സും അതുപോലെ തന്നെ ഓല ആ സമയത്ത് കാണാനൊക്കെ കൂടുതൽ അട്രാക്റ്റീവ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഓലൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രൈം ടൈം പറയുന്നത്, വുമൻസിന്റെ ഒരു പ്രൈം ടൈം പറയുന്നത് ഒരു 20 to ഒരു 13, അതായത് ഒരു 20s ആ ഒരു പ്രായമാണ് ഓൽക്ക് എന്ത് ചെയ്യുക, കൂടുതൽ അട്രാക്റ്റീവ്സും ഓൽക്ക് കൂടുതൽ ഓരോ ലൈഫിൽ നേരെ പഠിച്ച ഓൽക്ക് അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഓരോന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. നേരെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് തന്നെ കാരണം ബട്ട് ഒരിക്കലും കൂടുതൽ ഓഫേഴ്സും ഒരിക്കലും കൂടുതൽ വാല്യൂ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. ബട്ട് നമ്മൾ ആണുങ്ങൾ ഈ 20 വയസ്സിൽ നമ്മൾ വേണ്ട ഗോൾ അച്ചീവ് ചെയ്ത് നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് നമ്മുടെ തന്നെ ഫോക്കസ് ചെയ്താൽ മെജോറും നമ്മൾ നേരെ മറിച്ച് നമ്മളൊരു പീക്ക് ലെവലിലേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവണത് മെജോറിറ്റി ഒരു 19% ബോയ്സ് അല്ലെങ്കിൽ മെൻ സക്സസ്സിലോട്ട് എത്തുക ആ ഒരു 13s ഒരു 35 അല്ലെങ്കിൽ ഒരു 30 പ്രായങ്ങൾ ആ പ്രായത്തിലൊക്കെയാണ് എത്തിച്ചത്. എസ്പെഷ്യലി അപ്പം നിങ്ങൾ മെന്നാണെങ്കിൽ എന്ത് ചെയ്യുക, എസ്പെഷ്യലി നമുക്ക് സക്സസ് ആവാൻ വുമണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് സക്സസ് ആവാൻ എന്തായാലും സക്സസ് ടൈം എടുക്കും. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയി കരുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.